ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഞാൻ ശ്രീകല. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയ ഒരു ഡിഗ്രി തലത്തിലെ എക്സാം വിളിക്കുകയാണ്. ഈ എക്സാം നിങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ്. എക്സാമിന്റെ പേര് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അതെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം വിളിക്കുമ്പോൾ പലരും ഒരുപാട് പേര് കഴിഞ്ഞ തവണകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, എക്സാം വിളിച്ചത് അറിഞ്ഞില്ല എന്ന്. അതെ അതെ, അതും കോവിഡിന്റെ സമയമൊക്കെ. അതെ അതെ, കാരണം മിക്കവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു എക്സാം ആണ്. സാധാരണ PSCയിൽ നിന്ന് ഒന്ന് മാറി ചവിട്ടുന്ന എക്സാം ആണ്. എന്തൊക്കെയാണ് ഈ എക്സാമിന് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് സിലബസിൽ വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പഠന സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മിസ്സേ, ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ടോട്ടൽ മാർക്ക് phase 1 ഉം phase 2 ഉണ്ട് എക്സാം അല്ലെ? ഒരേ ദിവസമാണ്, ഒരേ ദിവസം തന്നെയാണ് രണ്ട് പരീക്ഷയും. ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അവിടെ PSCയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ 100 മാർക്കിൽ 50 മാർക്ക് ഇംഗ്ലീഷും 10 മാർക്ക് മാത്സും ബാക്കി 40 മാർക്കാണ് GKയും കറണ്ട് അഫയേഴ്സും കൂടി വരുന്നത്. പിന്നീട് ഒരു 60 മാർക്കിന്റെ 60 മിനിറ്റ് 60 മാർക്ക് എന്ന രീതിയിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് സെഷനും കൂടി ഉണ്ട്. അതിൽ 60 മാർക്ക് 60 മിനിറ്റ് അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതെ, ഇത് രണ്ട് ഫേസുകളായിട്ടാണ് നടത്തുന്നത് അല്ലെ? ഒരേ ദിവസം തന്നെ അടുപ്പിച്ച് തന്നെയാണ് പരീക്ഷ പോകുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് പാർട്ടിന് 40% നമ്മൾ ഉറപ്പിക്കണം, എന്നാലേ ഡിസ്ക്രിപ്റ്റീവിലേക്ക് ഇവാലുവേഷന് പോകത്തുള്ളൂ. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ മുഴുവൻ എഴുത്തല്ല, പ്രിസി റൈറ്റിംഗ് ഉണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം കോംപ്രിഹെൻഷൻ വന്നിരുന്നു. അപ്പൊ ആ 60 മിനിറ്റിൽ നമ്മൾ എത്രത്തോളം ആ ലാംഗ്വേജിൽ പ്രൊഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എല്ലാവരുടെയും ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ മത്സര പരീക്ഷകൾ ഡിഗ്രി, പലപ്പോഴും ഡിഗ്രിയുമുള്ള കുട്ടികളാണെങ്കിൽ പോലും LDC എക്സാംസ് ആണ് അവർ ചൂസ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ഡിഗ്രി ലെവൽ എക്സാംസിന് ഒരു ഭയമുണ്ട് മിക്ക ഉദ്യോഗാർത്ഥികൾക്കും, അത് നന്നായി പഠിക്കേണ്ട ഉദ്യോഗാർത്ഥികളാണ്. അപ്പൊ അവിടെ ഏറ്റവും ഒരു ഫിയർ പോയിന്റ് എന്ന് പറയുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ടീച്ചറെ, ഞാൻ ഇംഗ്ലീഷ് അറിയാതെ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ നോക്കിക്കാണുക അല്ലെ? അതെ, അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണെന്നറിയോ? ശരൺ തന്നെയാണ്, ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡർ. ശരൺ കൃത്യമായിട്ട് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്കൊരു വാക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു എന്നുള്ളത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഗ്രാമർ വരുന്നുണ്ട്, വൊക്കാബുലറി വരുന്നുണ്ട്. വൊക്കാബുലറി ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ക്ലിയർ ആയിട്ട് ഹിന്ദു പത്രത്തെ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തെ ബേസ് ചെയ്ത് നമ്മൾ വൊക്കാബുലറി ഡെയിലി പ്രാക്ടീസ് എന്നോണം പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ വൊക്കാബുലറി നമുക്ക് തറവായിക്കോളും. അത് എത്ര നാളത്തെ സമയം വേണം ഒരു ഇംഗ്ലീഷിന് ഒരു ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ? എത്ര നാളത്തെ? മിനിമം ഒരു 6 മാസം വരെയെങ്കിലും, ഒരാളുടെ പ്രൊഫഷൻസി അനുസരിച്ചിരിക്കുമെങ്കിൽ പോലും 4 മാസവും 6 മാസവും ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആവറേജ് പറയുവാണെങ്കിൽ ഏതൊരു ഡിഗ്രി, നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ ഡിഗ്രി ഉള്ള ആസ്പിരന്റ് ആണ്, നിങ്ങളുടെ സബ്ജക്ട് വേറെ ആയിരിക്കും, പക്ഷെ എങ്കിൽ കൂടിയും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം അതിനെ മാത്രം പേടിച്ചിരുന്നുകൊണ്ട് നിങ്ങൾ പുറകിലേക്ക് പോകരുത്. ഒരുപാട് പേരെ ഇപ്പൊ ഹൈക്കോർട്ട് ഇത് എഴുതുമ്പോൾ ഇതിന് കൂടുതൽ പോസ്റ്റിംഗും വരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഒരുപാട് പേർക്ക് മറ്റുള്ള ജോലികളിൽ നിന്നും ഇതൊരു സ്ഥിരം ജോലിയാണ്, അവിടുത്തെ കൂടുതൽ ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തൊരു ജോലിയാണ്. ഇതിന്റെ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ ഒരു പോസ്റ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടുതലായിട്ടും ഹൈക്കോർട്ട് കിട്ടുന്നത് എപ്പോഴും ഇങ്ങനെ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇപ്പൊ സ്ഥിര ജോലിയാണ്, പിന്നെ ഈ അവധികൾ നല്ലപോലെ കിട്ടുന്നതാണ്. അത്ര ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലും ഒരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു വർക്ക്. ഏതൊരു ജോബ് കൾച്ചറിനും തീർച്ചയായിട്ടും അതിന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, ഞാൻ ആ ഡിഗ്രിയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികൾക്ക് എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏജ് എന്ന് പറയുന്നത് 36 ഇയേഴ്സ് തന്നെയാണ്. 36 തന്നെയാണ്. PSCയുടെ അതേ ക്രൈറ്റീരിയ തന്നെയാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധിക്ക് വ്യത്യാസമുണ്ട്. റാങ്ക് ലിസ്റ്റ് കാലാവധി നോർമൽ PSC എക്സാംസിന് 3 വർഷമാണെങ്കിൽ ഇവിടെ 2 വർഷമാണ്. അതുകൊണ്ട് തന്നെ 2024 നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരുവാണ്, ഈ ജൂലൈയിൽ തീരുവാണ്. അപ്പൊ അറിഞ്ഞു കാണുമല്ലോ ഈ ഒരു എക്സാമിന്റെ സിലബസ് മനസ്സിലാക്കി. ഇപ്പൊ ടീച്ചർ ഇംഗ്ലീഷിനെ പറ്റി പറഞ്ഞു, ഞാൻ അവിടുത്തെ കണക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ PSC എക്സാംസിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന കുറച്ച് മാത്സ് ഉണ്ടല്ലോ, അവിടെ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ ബാങ്ക് SSCക്ക് പഠിക്കുന്ന അതേ ലെവലിൽ കിട്ടും. ബാങ്ക് SSC പോലുള്ള അല്ലെങ്കിൽ റെയിൽവേയിൽ എക്സാംസിന് കൊടുക്കുന്ന അതേ പാറ്റേൺ, എന്നാൽ അതിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മാത്സും അവിടെ ചോദിക്കും. ആ ഒരു മാത്സ് ലെവലിൽ നമുക്ക് അലിഗേഷൻസും അതൊക്കെയുള്ള പോർഷൻസ്, ജോമെട്രി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ തന്നെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ്ലി നമ്മൾ കണ്ടുവരാം. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ തുടങ്ങിയ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു PSC അധികം അങ്ങോട്ട് വരാത്ത ഒരു കുറച്ച് പോർഷൻസ് ഇവിടെ കയറി വരാറുണ്ട്. ഇപ്പൊ മാത്സ് ആയാലും ഒരു ഡിഗ്രി ലെവലിൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന മാത്സ് ആണ്. ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞ ഈ ഇംഗ്ലീഷിന് എടുക്കുന്ന അത്ര എഫേർട്ടൊന്നും മാത്സ് നമ്മൾ എടുക്കണ്ട. ശരിക്കും കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇതിൽ അലിഗേഷൻ ആണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പം അതിനൊരു വളരെ എളുപ്പമുള്ള ഷോർട്ട് കട്ട്സുകളുണ്ട് ചില പ്രോബ്ലംസിന്. ഡിഗ്രി ലെവലിലെ മാത്സിന് അങ്ങനെയാണ്. ബാങ്ക് എക്സാമിൻ്റെ
മാത്സ് എന്ന് പറയുന്നത് അതെ. തീർച്ചയായിട്ടും ടൈം സേവിങ്ങും ഷോർട്ട് കട്ട്സും യൂസ് ചെയ്യുന്ന മാത്സുകളായിരിക്കും. നമ്മുടെ PSC എക്സാമിൽ അത്രയും അങ്ങനെ നമുക്ക് ഷോർട്ട് കട്ടുകളൊന്നും വരാറില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഷോർട്ട് കട്ടുകൾ വെച്ച് നമുക്ക് കണക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെ. അതേ രീതിയിലായിരിക്കും ടൈം മാനേജ്മെന്റ് ഉള്ള കണക്കുകളായിരിക്കും വരുന്നത്. യെസ്. റീസണിങ്ങും ഉണ്ടായിരിക്കും അവിടെ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇൻബോർഡ്, ഔട്ട്ബോർഡ്, ഡയറക്ഷൻസും ഡയറക്ഷൻസും മിസ്സിംഗ് പാറ്റേണും ഇതൊക്കെ ചോദിക്കുന്നതാണ്. പക്ക നമുക്ക് IBBS മോഡലിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത GK കൂടെ ഞാൻ പറഞ്ഞിട്ട് ടീച്ചറിലേക്ക് എത്താം. GK പോർഷനിൽ എത്തുമ്പോൾ കറണ്ട് അഫയേഴ്സും GKയും ഉണ്ട്. അതെ, അത് ഒരു വൈഡ് ടോപ്പിക്കാണ് അല്ലെ. നമുക്കൊരു സ്പെസിഫൈ ചെയ്ത് പറയാമെങ്കിലും സിലബസിൽ തന്നെ അങ്ങനെ ഒരു പറയാനുള്ള ഒരു സാധനമില്ല. അപ്പം അത് എവിടെ നിന്ന് വേണേലും ചോദിക്കാം. ഇന്ത്യ ചോദിക്കുന്നുണ്ട്, ലോകം ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഭൂമിശാസ്ത്രം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ PSCക്ക് പഠിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെ. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെയാണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ കഴിഞ്ഞ വട്ടങ്ങളെ ചോദിച്ചിരുന്നു. അതായത് PSCയുടെ പാറ്റേണിലേക്ക് എത്തുന്നതിന് മുൻപേ അവിടെ മാച്ച് ദ ഫോളോയിങ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് അവിടെ ആകെ ഉണ്ടാകുന്ന പ്രശ്നം ഈ കണക്കും ഇംഗ്ലീഷും ഒക്കെ ഒന്ന് ലെവലപ്പ് ചെയ്ത് പൊടിയെടുത്ത് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അല്ലെ. ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവിടെ കറണ്ട് അഫയേഴ്സ് എനിക്ക് തോന്നുന്നു കൂടുതലും അമെന്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ ഇൻക്ലൂഡഡ് ആവാറുണ്ട്. തീർച്ചയായിട്ടും അതിപ്പം ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൗരത്വ ഭേദഗതി ബില്ല്, അങ്ങനെ പല കാര്യങ്ങളും, ഇലക്ട്രൽ ബോണ്ടൊക്കെ നമ്മൾ പത്രങ്ങളിൽ ഡെയിലി കേൾക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ. അത് അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് പോയാൽ മതി. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ തന്നെ ഇത് സഹായകരമാകും. അതിൽ ഏറ്റവും അവസാനം പോയിട്ട് ഇത് മാത്രം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇരിക്കരുത് അല്ലെ. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് റൈറ്റിംഗ് സ്കില്ലാണ് അവിടെ ഏറ്റവും വെല്ലുവിളി എന്ന്. അങ്ങനെയല്ല, റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴേ ട്രൈ ചെയ്താൽ നമുക്ക് എന്നായാലും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് അല്ലെ. അവിടെ റൈറ്റിംഗ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കുക, കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, പ്രിസി റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ ഈ സാധനത്തിന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റിയാണ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൽ എന്തൊക്കെയാണ് ടീച്ചറെ, എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ്? ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവിനും സബ്ജക്റ്റിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഒരുപാട് പേർക്ക് ബേസിക് അറിയാമായിരിക്കാം, എന്നാലും അത് നന്നായി ബ്രഷപ്പ് ചെയ്ത് പക്കയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ, കാരണം ഒരു സെന്റൻസിൽ നമുക്ക് ടെൻസിന് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആ ഐഡിയ കറക്റ്റ് ആയിട്ട് കൺവേഡ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ബേസിക് ഗ്രാമർ ക്ലാസ്സസിൽ നിന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ CCയുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളും റീസെന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി സ്പെഷ്യൽ ബാച്ചുകളാണ്. അതിൽ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും, നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങളെ ആ ഒരു phase 1ഉം phase 2ഉം സജ്ജരാക്കുക എന്നുള്ളത് തന്നെയാണ് CC ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ഹോൾഡേഴ്സായ ശരണൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ. 40ാം റാങ്ക് ആയിരുന്നു ശരൺ എന്ന സർവീസിലുണ്ട്. അത് കൂടാതെ നമുക്ക് 3 റാങ്കുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് CC നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് CCയിലെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ സെഷനാണ്, റെക്കോർഡഡ് സെഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. ഇംഗ്ലീഷിനൊക്കെ വർക്ക്ഔട്ട്സ് ഉണ്ടാകും. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇംഗ്ലീഷിനും മാത്സും ഉള്ള വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തിനും ഏതിനും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഫുൾ ടീം ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആപ്ലിക്കേഷൻ ഡേറ്റ് ഒന്നും ആയിട്ടില്ല, വിളിക്കേണ്ട സമയമാകുന്നതേ ഉള്ളൂ, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അറിയേണ്ട ഒരുപാട് പേരുണ്ടാകും. ഇങ്ങനെ ജോലിയൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരോട് പറയുകയാണ് 36 വയസ്സ്, വീട് മേജർ റിലാക്സേഷനും ഒക്കെ ഉണ്ട്. പ്രായപരിധികൾ ഉള്ളവരെ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ മിസ്സേ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ അധികം സമയം പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത്രയും കോവിഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ട് പോലും ഏകദേശം 4 മാസത്തിനുള്ളിൽ പരീക്ഷ നടന്നിരുന്നു. അപ്പൊ വളരെ ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്ന ഒരു പ്രോസസ്സാണിത്. എത്രയും പെട്ടെന്ന് ഈ വർഷം തന്നെ ലിസ്റ്റ് കൊണ്ടുവരാൻ തന്നെ അവർ നോക്കുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരുപാട് സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏർലി ബേർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഏർലി ബേർഡ് ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പഠിക്കാം, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുക്കാനുള്ള സമയം ഇപ്പോഴുണ്ട്. പിന്നീട് മറ്റൊരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന് ഇപ്പം നമ്മൾ ഈ എക്സാംസിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് മാഗസിൻ, അതായത് കഴിഞ്ഞ 2023 തൊട്ട് ഈ 24 വരെയുള്ള എൻ്റയർ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്ന, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് ഒക്കെ വരുന്ന സംഭവങ്ങൾ വരെയുള്ള
ഇത് ലോക്സഭ ഇലക്ഷൻ വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കറണ്ട് അഫയേഴ്സ് മാഗസിനിൽ കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്കിൽ ലഭ്യമാണ്. ഓരോ വിഷയങ്ങളിലും കേരളമായാലും ഇന്ത്യ ആയാലും അതോടൊപ്പം തന്നെ ലോകത്തിലായാലും പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഭരണഘടനയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ നിയമങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ അച്ചീവ്മെൻറ്റ്, ഇതൊക്കെ തരം തിരിച്ച് തന്നെ ഈ എക്സാം, അതായത് കൃത്യമായി പരീക്ഷയിൽ പാറ്റേൺ ഞങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ബുക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രീ ബുക്കിംഗ് അതെ, പ്രീ ബുക്കിംഗ് ഉണ്ട്. ആ പ്രീ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ബുക്കുകൾ ലഭ്യമാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലിങ്കും കൂടെ താഴെ കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈക്കോർട്ടിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടൊരു വെബിനാറുമായി നമ്മൾ എത്തുന്നുണ്ട്. ഈ മാസം തന്നെയാണ് വെബിനാറിന്റെ രജിസ്ട്രേഷൻ ഫോമും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഹൈക്കോടതി നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനുള്ള ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പഠനത്തെ ഇംപ്രൂവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, റാങ്ക് നേടുന്നവരോടൊപ്പം പഠിക്കാം, സർവീസിലേക്ക് കയറാം, നമുക്ക് ഒരുമിച്ച് കയറാം, പഠിച്ചു കൊടുക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.